മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഇതെന്താ ഇപ്പൊ വെട്ടവും വെളിച്ചമില്ലാത്തത്? അച്ഛനും മോളും ഇവിടെ ഇല്ലേ? ഇനിയിപ്പോ അപ്പുറത്ത് പോയോ? അങ്ങനെയായാലും വെട്ടയിട്ടിട്ടാണല്ലോ പോകുന്നത്. അതോ ലൈറ്റ് ഇടാൻ പോലും സമയമില്ലാത്ത വിധം അടുത്ത് എന്തെങ്കിലും ഒപ്പിച്ചോ രണ്ടും കൂടി? എങ്കിൽ പിന്നെ ആ കഴുതയും കാണും എല്ലാത്തിനും ഒപ്പം. നോക്കിക്കോ, ഇന്ന് ചെന്നിട്ട് അവളുടെ പേപ്പേഴ്സ് ആദ്യം മുതൽ ചോദിച്ചിട്ടേ ഉള്ളൂ. കഴുതയ്ക്ക് പഠിക്കണമെന്നൊരു ചിന്തയില്ല. മോളെ കണ്ടാൽ അവളുടെ കൂടെ തുള്ളുന്നതാണ് വലിയ കാര്യം. ഇന്ന് അവളുടെ ചെവി ഞാൻ പൊന്നാക്കും. പല്ലും കടിച്ചു പിടിച്ച് ചെരുപ്പൂരി സൈഡിലെ റാക്കിലേക്ക് വെച്ച് ഹരി ദേഷ്യത്തിൽ അകത്ത് കയറി. സാധാരണ വൈകുന്നേരം ഒരു 5:30 കഴിയുമ്പോഴേക്കും പുറത്തെല്ലാം ലൈറ്റ് ഇടുന്ന ആളാണ് മാഷ്. ഇന്നിപ്പോ 6 വീടാകെ അന്ധകാരത്തിൽ കിടക്കുന്ന കണ്ടാണ് ഹരി അകത്തേക്ക് കയറിയത്. സ്കൂളിലെ മെയിൻ്റനൻസിന്റെ കാര്യം പറഞ്ഞ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ എത്താൻ ലേറ്റായതാണ്. സാധാരണ എന്ന പോലെ വൈകുന്നേരത്ത് എവിടെ പോയാലും ഇവിടെ വെട്ടവും വെളിച്ചവും ഒക്കെ ഓണാക്കിയിട്ട് പോകുന്ന അച്ഛൻ ഇന്ന് വീട് മുഴുവൻ ഇരുട്ടാക്കി പോയതിന്റെ ദേഷ്യത്തിനൊപ്പം മണിക്കുട്ടി പഠിക്കാതെ അവിടെ അവരുടെ കൂടെ കാണും എന്നൊരു ചിന്തയും കൂടി ആയതും പിന്നെ പറയണ്ട. അകത്ത് കയറി ലൈറ്റ് ഇട്ട് ഒന്ന് ഫ്രഷായി വന്നവൻ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ ഒരു തിരിനാട്ടി. കെട്ടിയവന് വന്നു ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാതായി കേട്ടോ അമ്മ. ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ വിളക്കം കത്തിച്ച് വീടിന്റെ മുന്നിലത്തെ ലൈറ്റ് ഇട്ടുകൊണ്ട് സീതമ്മയുടെ വീട്ടിലേക്ക് നടന്നു. അവിടേക്ക് കയറിയതും അവന്റെ കണ്ണൊന്ന് ചുരുങ്ങി. റോഡിലേക്കുള്ള ലൈറ്റൊന്നും ഇവിടെയും ഇട്ടിട്ടില്ല. എന്തിനെന്നറിയാതെ അകത്തേക്ക് നടക്കും തോറും ഹരിയിൽ ആവശ്യമില്ലാത്തൊരു വെപ്രാളം ഉടലെടുത്തു. അകത്തേക്ക് കയറിയതും കണ്ടു ഹാളിൽ തന്നെ ഇരിക്കുന്ന അച്ഛനെയും സീതമ്മയും ശ്രീധരൻ മാമനെയും. ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് സീതമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന മോളെ കണ്ടിട്ടാണ്. മണിക്കുട്ടിയുടെ ഒപ്പം കൂടിയതിൽ പിന്നെ അവളുടെ അടുത്തല്ലാതെ അങ്ങനെ മറ്റാരുടെ അടുത്ത് അവളെ കാണാറേ ഇല്ല. എന്തുപറ്റി? എല്ലാരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചോദ്യത്തോടെ മോളുടെ അടുക്കലേക്ക് ചെന്നിരുന്ന് അവളുടെ തലയിലൂടെ ഒന്ന് മേടിക്കൊണ്ടവൻ പറഞ്ഞു. കുഞ്ഞിന് പനിയുണ്ടോ അമ്മേ? മോളുടെ മുഖത്തോടെ കൈയോടിക്കുമ്പോൾ ചൂട് തോന്നി അല്പം വെപ്രാളപ്പെട്ടുകൊണ്ടാണ് ചോദിച്ചത്. പനിച്ചു. മരുന്ന് കൊടുത്തതിന്റെ മയക്കമാണ്. പറയുമ്പോൾ അവന്റെ മുഖത്ത് നോക്കാതിരിക്കാൻ അവര് കഷ്ടപ്പെടുന്നു എന്ന് കണ്ടതും അവൻ ചുറ്റുമിരിക്കുന്ന രണ്ടുപേരെ കൂടി നോക്കി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്റെ ചോദ്യത്തിൽ ആദ്യം അവരൊന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകൾ മറ്റാരെയോ തിരയാൻ എന്ന പോലെ ചുറ്റും ഒന്ന് പാഞ്ഞു. സാധാരണ തന്നോട് വഴക്കും ബഹളവുമൊക്കെ ആണെങ്കിൽ പോലും ഇവിടേക്ക് വന്നു കയറി 2 മിനിറ്റ് കഴിയും മുന്നേ കയ്യിലേക്ക് എത്തുന്ന ഒരു ചായക്കപ്പുണ്ട്. അവന്റെ കണ്ണിലെ തിരച്ചിലിന് ആഴം കൂടി. അവളെവിടെ? പോയി. സീതമ്മയുടെ ശബ്ദം താന്നുപോയി. പോയെന്നോ? എവിടെ? അവൻ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. അവളുടെ അമ്മ വന്നിരുന്നു. ഒപ്പം വിളിച്ചുകൊണ്ടുപോയി. ശബ്ദം അത്രയും താന്നുപോയി. അങ്ങനെ അവളെ വിളിച്ചുകൊണ്ടുപോവാൻ അവരാരാണ്? അറിയാതെയാണ് അവന്റെ ശബ്ദം ഉയർന്നത്. അവളുടെ അമ്മ. കൂടുതൽ എന്തെങ്കിലും പറയാൻ മാഷ് സീതമ്മയുടെ മടിയിൽ കിടന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ടുപോയി. അവിടെ ഇരിക്കുന്ന സീതമ്മയെയും ശ്രീധരൻ മാമനെയും നോക്കിക്കൊണ്ട് അവൻ അച്ഛന് പിന്നാലെ പാഞ്ഞു. എന്താ അച്ഛാ, എന്താ നടന്നേ? കുഞ്ഞിനെ എടുത്ത് മുഖം താഴ്ത്തി നടക്കുന്ന അച്ഛന്റെ അടുത്തുനിന്ന് മകളെ പതിയെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് ഹരി ദേഷ്യമടക്കിയാണ് ചോദിച്ചത്. മോളെ ഉണ്ടല്ലേ ഹരി, കുഞ്ഞു കരയും. അവന്റെ കണ്ണൊന്ന് ചെറുതായി. അവൾ പോയപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. അങ്ങനെ പനിയായതാ. മോളെ എടുത്ത് നടക്കുന്നതിനിടയിൽ അദ്ദേഹം പതിയെ പറഞ്ഞതും ഹരിക്ക് ദേഷ്യവും സങ്കടവും ആകെ വല്ലാത്തൊരവസ്ഥ തോന്നി. മോളെ കിടത്തി ഉറക്കി വരുമ്പോഴും അച്ഛൻ തലയും താഴ്ത്തിയിരിക്കുന്ന കണ്ട് അടുത്തേക്ക് ചെന്നവൻ കാര്യം ചോദിച്ചു. അച്ഛൻ കഴിക്കുന്നില്ലേ? മരുന്നുണ്ടല്ലോ. വിശക്കുന്നില്ലടാ. അതെന്താ? അവൾ പോയപ്പോൾ അച്ഛന്റെ വിശപ്പും കൊണ്ടാണോ പോയത്? പോകുന്നവരൊക്കെ പോട്ടെ അച്ഛാ, നമുക്ക് നമ്മൾ മതി. ദേഷ്യത്തോടെ പറയുന്നതിനൊപ്പം തന്നെ അവൻ അടുക്കളയിലേക്ക് കയറി പാത്രത്തിൽ ചോറ് വിളമ്പി. അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതി അദ്ദേഹം ഊണുമുറിയിൽ വന്നിരുന്നെങ്കിലും ഒരു വറ്റുപോലും ഇറങ്ങാത്ത അവസ്ഥയായിരുന്നു മാഷിന്റെ. ആവശ്യമില്ലാത്ത ദേഷ്യവും ഒച്ചപ്പാടും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഹരിയുടെ അവസ്ഥയും അത്ര നല്ലതായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി രണ്ടുപേരും 2 മുറിയിലേക്ക് പോകുമ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ അസ്വസ്ഥരായിരുന്നു. ഉറങ്ങാനായി കിടന്നവൻ ഏറെ നേരം കഴിഞ്ഞിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന അവസരം പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നത് സോഫയിൽ കുഴിഞ്ഞിരിക്കുന്ന അച്ഛനെയാണ്.
അവനും വന്ന് അരികിലിരുന്നു. അവളുടെ അമ്മയുടെ ജോലി അവിടത്തെ കഴിഞ്ഞ് അവര് നേരെ വന്നത് സീതയുടെ അടുത്തേക്കാണെന്ന് തോന്നുന്നു. വന്നതേ മകളെ കാണണം, കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു തുള്ളിയപ്പോൾ, അവളെ അങ്ങനെ വിടാൻ പറ്റില്ലെന്ന് പറയാൻ വയ്യായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും കൂടി? അവന്റെ ശബ്ദം ഉയർന്നു. അങ്ങനെ പറയാതിരിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഹരി? ശ്രീധരൻ അവളെ അവിടെ നിന്നും വിടില്ല, ഇനി മുതൽ അവൾ ഇവിടെ നിന്ന് പഠിക്കും എന്നൊക്കെ കുറെ പറഞ്ഞു നോക്കി. പക്ഷെ അതിന് മറുപടിയായി ആ സ്ത്രീ ഭയങ്കര മോശമായിട്ടാണ് ശ്രീധരനോട് സംസാരിച്ചത്. അത് കേട്ടുകൊണ്ടാണ് പെണ്ണ് വന്നത്. ബാക്കി അവൻ ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ആവശ്യമില്ലാത്തൊരു ദേഷ്യം അവനുള്ളിൽ അവളോടായി പുകഞ്ഞു പൊന്തി. ഇതിപ്പോ കുറെ നേരമായല്ലോ പെണ്ണ്, നീ കരയാൻ തുടങ്ങിയിട്ട്. നിന്റെ കരച്ചിൽ കണ്ടാൽ തോന്നും ഞാൻ നിന്നെ നിർബന്ധിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്നതാണെന്ന്. അത് കേട്ടതും അത്രയും നേരം കട്ടിലിൽ കമന്നു കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നവൾ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. എടി എടി, നീ കൂടുതൽ എന്നെ നോക്കി പിടിപ്പിക്കല്ലേ. അല്ല, നിന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ തോന്നുമല്ലോ അവിടെയുള്ളത് നിന്റെ അമ്മയും ഞാൻ നിന്റെ അമ്മായിയമ്മയാണെന്ന്. അതിനും മറുപടി ഒന്നും നൽകാതെ അവരെ ഒന്ന് ദഹിപ്പിച്ചു നോക്കുക മാത്രമാണ് മണിക്കുട്ടി ചെയ്തത്. എടി എടി, കുറച്ചു ദിവസം വല്ലയിടവും പോയി നിന്ന് എന്റെ അഹങ്കാരം കാണിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ, കയ്യിൽ കിട്ടുന്ന വെച്ച് നിനക്ക് രണ്ട് തരാനും എനിക്ക് മടിയൊന്നുമില്ല. അവിടുന്ന് അവളെ വലിച്ചെടുത്തുകൊണ്ട് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് അവളുടെ ഈ കരുതുള്ളിയ ഭാവം. അതെ, വന്ന് കയറിയപ്പോളെ കയറി കിടന്നതല്ലേ. രാത്രിയായി. ഇനിയേലും ഇങ്ങനെ മലന്നു കിടക്കാതെ ആ അടുക്കളയിലോട്ട് കയറാൻ നോക്ക്. ഇത്രയും ദിവസം ഉപയോഗിക്കാത്ത ആ പാത്രങ്ങളിലെല്ലാം ചിലന്തിയും പൂപ്പലും പിടിച്ചു കിടക്കുക. അടുക്കളയുടെ കാര്യം പിന്നെ പറയണ്ട, നിറയെ മണ്ണും പൊടിയും. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ പോലും ഗ്ലാസ് പുതിയത് വാങ്ങണം. അതാ ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ചു മുന്നേ പെണ്ണ് വിളിച്ചിട്ട് എഴുന്നേൽക്കാതെ വന്നപ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് കയറിയതാണ്. പല്ലിയുടെയും എലിയുടെയും കാട്ടമാണ് ചുറ്റും. ഓക്കാനം വന്നവിടെ നിന്നും ഇറങ്ങി ഓടിയതാ. എല്ലാം ഒന്ന് തൂത്ത് അടിച്ചു കഴുകി ചൂടുവെള്ളത്തിൽ തുടച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചുമ്മാ കയറി കിടക്കാതെ നീ അടുക്കളയിലോട്ട് പോ. ഇത്രയും ദിവസം ഒരു 5 മിനിറ്റ് പോലും ഞാൻ ഒരിടത്ത് സമാധാനമായി ഇരുന്നിട്ടില്ല. നീ ഒറ്റയൊരുത്തി കാരണം ഞാൻ ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ല. അതൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ, നിന്നെ കാണുമ്പോഴേ എനിക്ക് തല്ലിക്കൊല്ലാനാണ് തോന്നുന്നത്. അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതെ നീ പോയി പണിയെടുത്തേ. അവളുടെ നേരെ കയ്യോങ്ങിയും പല്ലു കടിച്ചുമൊക്കെ ശാരദ അവളോട് ഒച്ചയെടുത്തതും പെണ്ണ് അവരെ നോക്കിക്കൊണ്ട് തന്നെ അലമാരയിൽ നിന്നും ഒരു ചുരിദാറും എടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങി. നീ എവിടെ പോകുവടി? തോർത്തും കൂടി അവൾ എടുക്കുന്ന കണ്ടതും സംശയത്തോടെയാണ് അവര് ചോദിച്ചത്. കുളിക്കാൻ പോകുന്നു. എന്താ, അമ്മ വരുന്നോ? കുളിക്കാൻ പോകാനോ? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? അവര് ലേശം അന്തം വിട്ടുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. കേട്ടു. പക്ഷെ അടുക്കളയിൽ കയറാനും തൂത്തു തുടയ്ക്കാനും എനിക്ക് സൗകര്യമില്ല. എന്നെ ഏതാണ്ട് രാജകുമാരിയെ പോലെ നോക്കും ഇരുത്തും എന്നൊക്കെ ബലം പിടിച്ചല്ലേ വിളിച്ചുകൊണ്ട് വന്നത്. ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടായിരുന്ന പുച്ഛം അവരിൽ ചെറുതല്ലാത്തൊരു ദേഷ്യമാണ് ഉണ്ടാക്കിയത്. എടി എടി, 10-12 ദിവസം വല്ലയിടം പോയി നിന്നതിന്റെ അഹങ്കാരം നീ എന്നോട് കാണിക്കല്ലേ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കാൻ വയ്യ എങ്കിൽ അമ്മ എന്തു ചെയ്യും? എന്നെ കൊല്ലുവോ? എങ്കിലൊരു കാര്യം ചെയ്, അമ്മ അത് എന്നെ കൊല്ല്. ചെറുപ്പം മുതലേ ആവശ്യത്തിനും അനാവശ്യത്തിനും അമ്മ പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടതാണ്. ഇന്ന് ആ വീട്ടിൽ സംസാരിച്ചതടക്കം. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ചാൽ ഇങ്ങനെയാവില്ല ഞാൻ പ്രതികരിക്കുക. ഉറഞ്ഞു തുള്ളുന്ന പോലുള്ള അവളുടെ സംസാരം കേട്ടതും ശാരദ ശരിക്കും ഭയന്നു. കാരണം അവളിപ്പോൾ പഴയ പോലെയല്ല. തനിക്കൊരു വയ്യായ്ക വരുമ്പോൾ പഴയതൊക്കെ മറന്ന് ഓടിപ്പിടിച്ച് തന്നെ നെഞ്ചോട് ചേർത്ത് തന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന മണിക്കുട്ടിൽ നിന്നും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവൾ ഒരുപാട് മാറിയ പോലെ അവർക്ക് തോന്നി. ഇനി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവൾ പിണങ്ങി ഇറങ്ങിപ്പോയാൽ ഇന്ദ്രൻ ഒരിക്കലും തന്നെ വെറുതെ വെച്ചേക്കില്ല. അവന്റെ വായിൽ നിന്ന് 10 ചീത്ത കേൾക്കുന്ന പോലെയല്ല, ജീവിതത്തിൽ നിന്ന് തന്നെ അവൻ തന്നെ കളയും എന്നുള്ള ഭീഷണി. ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും പിന്നെ അത് മാറുമ്പോൾ ചേർത്ത് പിടിക്കും എന്ന് കരുതാൻ മണിക്കുട്ടിയല്ല ഇന്ദ്രൻ. അതുകൊണ്ട് തന്നെ പെണ്ണിനെ കൂടുതൽ വാശി കയറ്റാതെ തൽക്കാലം അവൾ പറയുന്നതൊക്കെ കേട്ടു നിൽക്കുന്നതാണ് എന്തുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തനിക്ക് നല്ലത്. ഒപ്പം അവൾ പറഞ്ഞതിലും കുറേയധികം ശരികളുണ്ട്. കാര്യം ആ നേരം പറഞ്ഞ വാക്കുകൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. പക്ഷെ പെണ്ണ് ഒരു വിധത്തിലും വരുത്തുമില്ല, അവർ വിടത്തുമില്ല എന്നൊക്കെ തോന്നിയപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് വിളിച്ചു പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് എന്തായാലും ലാഭമായില്ലേ. കൂടുതൽ ബലം പിടിക്കാതെ അവള് തന്നെ ഇറങ്ങി തന്റെ കൂടെ വന്നില്ലേ. ചോദ്യവും ഉത്തരവും ഒരാൾ പറയുന്ന പോലെ അവരവരുടെ മനസ്സിന്റെ പേടികളെ സ്വയം അങ്ങടക്കി. ഇതിനിടയിൽ എപ്പോഴും മണിക്കുട്ടി അവരെ കടന്ന് കുളിമുറിയിലേക്ക് പോയിരുന്നു.
ആരോടോ ഉള്ള വാശിക്ക് കോരി വെച്ച 3-4 കുടം വെള്ളം അതുപോലെ നെറുകയിൽ കമത്തി. ഓരോ തവണയും തണുത്ത വെള്ളം നെറുകയിൽ വീണത് അവളുടെ കണ്ണുനീരിന്റെ ചൂടോടെയാണ്. ആ ചൂടോടെയാണ് അത് നിലത്തേക്ക് ഒഴുകിയിറങ്ങിയതും. തന്നെ കയ്യിൽ വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പിന്നിൽ നിന്ന് പോകല്ലേ കണ്ണു എന്ന് പറഞ്ഞ് കാറ് വിളിച്ചു കരഞ്ഞ കുഞ്ഞിനെപ്പറ്റി ആലോചിച്ചതും അവൾ നിലത്തേക്ക് കൂനിപ്പിടിച്ചിരുന്നു പോയി. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ്. ഒപ്പം താൻ കേൾക്കാതെ പോയതിന്റെ സങ്കടവും. എന്തായാലും മോൾക്ക് നല്ല പനിയായിട്ടുണ്ടാവും. അതോർത്തതും അത്രയും നേരമുള്ള സങ്കടത്തിലും ഉപരി അവൾക്ക് വല്ലാതെ വെപ്രാളം വന്നു തുടങ്ങി. പനി വന്ന് മൂക്കൊക്കെ അടച്ചാൽ കുഞ്ഞിന് ഭയങ്കര ദേഷ്യവും വാശിയാണ്. ആകെ ആ നേരത്ത് തന്നോടാണ് കുറച്ചെങ്കിലും വഴക്ക് കുറവ്. ആ താൻ തന്നെ ഇപ്പോൾ കുഞ്ഞിന്റെ വയ്യാഴികയ്ക്ക് കാരണമാണെങ്കിൽ പൊന്നിന്റെ അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെ നോക്കും മോളെ? ഇന്ന് നല്ല തിരക്കാട്ടോ, അതുകൊണ്ടാണ് ഈ ചെറിയ പാട്ട്. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവേ. അങ്ങനെ ചെയ്താൽ മാത്രമേ അടുത്ത പാട്ട് നിങ്ങൾക്ക് വേഗം കിട്ടുകയുള്ളൂ. നന്ദി.